അന്വേഷണ സംഘം കടകംപള്ളിയിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് തന്നെയാണ്. പക്ഷെ അതിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരാൾ കൂടി കടന്നു വരികയാണ്. നടൻ ജയറാമാണിത്. എന്തുകൊണ്ടാണ് നടൻ ജയറാമിലേക്ക് അന്വേഷണം പോകുന്നത്? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയും SIT അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് അയക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായാലും അതിനു മുമ്പ് പത്മകുമാറിന്റെ വീട്ടിൽ SIT നടത്തിയിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന രേഖകൾ തന്നെയാണ് കണ്ടെടുത്തിട്ടുള്ളത്. അതായത് പത്മകുമാറിന്റെ വീട് എന്ന് പറയുന്നത് ഒരു പഴയ എട്ടുകെട്ട് എന്ന് പറയുന്ന ആ പഴയ സമ്പ്രദായത്തിലുള്ളതാണ്. അതിന്റെ നിലവറകൾ തുറന്ന SITയുടെ സംഘം ഞെട്ടി എന്നുള്ളതാണ്. SIT പറയുന്നത് കേട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഞെട്ടിക്കാനാണുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം പത്മകുമാർ അത്രത്തോളം വമ്പൻ സ്രാവ് തന്നെയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് പോലെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനുണ്ടായിരുന്ന ഒരു നീരസവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളും ഒക്കെയാണ്. പക്ഷെ അതിനുമൊക്കെ അപ്പുറം പത്മകുമാർ എന്ന് പറയുന്ന CPM നേതാവ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളാണ്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ എങ്ങനെയാണ് ഇത്രത്തോളം ആസ്തികൾ കിട്ടുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. SITയും അത് തന്നെയാണ് അന്വേഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.